ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ PSC എക്സാംസ് എങ്ങനെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവരാണെങ്കിൽ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇപ്പോൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർ എന്തായാലും ഈ വീഡിയോ കണ്ട് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓട്ടോ കഴ്സർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ സിമ്പിളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതിന് നമ്മൾ അക്സസിബിലിറ്റി പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അക്സസിബിലിറ്റിൻ്റെ പെർമിഷൻ കൊടുക്കണം. അപ്പോൾ അത് അലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ അക്സസിബിലിറ്റി കൊടുക്കുമ്പോൾ ഓട്ടോ കഴ്സർ ഷോർട്ട് കട്ടും കൂടി ഓൺ ചെയ്തിടണം. പിന്നെ നമ്മൾ മോസില്ല ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോസില്ല ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ മോസില്ല വഴിയാണ് സെർച്ച് ചെയ്യുന്നത് കേട്ടോ. മോസില്ലയിൽ നിന്നും നമുക്ക് PSC തുളസി എന്ന് പറയുന്ന നമ്മുടെ സൈറ്റ് സെർച്ച് ചെയ്യാം. എന്നിട്ട് PSC തുളസിയുടെ ലോഗിൻ ചെയ്യാം. അതിൽ പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ കൊടുത്ത് നമുക്ക് കയറുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻസിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് സ്റ്റേറ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ എന്നുള്ളതിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് 454 അതിൻ്റെ കാറ്റഗറി നമ്പർ. അതനുസരിച്ച് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നെയിമൊക്കെ കൊടുത്ത് ടിക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ യെസ് ബട്ടണൊക്കെ വരുമല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഈ കഴ്സർ വരുന്നത് കേട്ടോ. അപ്പോൾ യെസ് ബട്ടണൊക്കെ വരുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തത് കാരണം എനിക്ക് കറക്റ്റായിട്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും ലാസ്റ്റൊക്കെ വരുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഒരു റൗണ്ട് ഇതിലായിട്ടാണ് വരുന്നത് കഴ്സർ വരുന്നത്. അപ്പോൾ യെസ് ബട്ടണൊക്കെ വരുമ്പോൾ നമുക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കഴ്സർ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കഴ്സർ നമ്മൾ ഷോർട്ട് കട്ട് മെറ്റീരിയൽ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ അത് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ ഓക്കെ ബട്ടൺ യെസ് ബട്ടണൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് ഈ കഴ്സർ വഴി സോൾവ് ചെയ്യാൻ പറ്റും. സാധാരണ ബ്രൗസറിൽ ചെയ്യുമ്പോൾ നമുക്കത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോസില്ലയിൽ നമ്മൾ ഇത് കണ്ടോ ഇപ്പോൾ കാണുന്നില്ലേ, ഒരു വയലറ്റ് കളറിൽ വരുന്ന കണ്ടില്ലേ, അതേപോലെ കഴ്സർ വരും. അപ്പോൾ ഈ ഓക്കെയും യെസ് ബട്ടണൊക്കെ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ കഴ്സറിനെ നമ്മുടെ സൈഡിൽ നമ്മൾ ഷോർട്ട് കട്ട് വഴി ഓൺ ആക്കിയിട്ടിട്ടുണ്ടാകും. അപ്പോൾ സൈഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പ്രീവിയസ് ആപ്ലിക്കേഷൻ കൊടുത്ത് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രീവിയസ് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊടുത്ത് അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഓക്കെ ഒന്നും കൊടുക്കാനില്ല. ടിക്ക് ഇട്ട് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാനുള്ളൂ. ഇപ്പോൾ ഓക്കെ ബട്ടണും യെസ് ബട്ടണും വരാത്ത സമയത്താണ് കേട്ടോ നമുക്ക് ഈ കഴ്സറായിട്ട് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നത്. എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇത് സബ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.